ഹലോ, വെൽക്കം ടു നാസ് വ്ലോഗ്സ്. ഞാൻ എൻ്റെ കസിൻസും കൂടി വിഷുവിന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്ലേസിൽ നിന്നൊരു 1 അവർ ഉണ്ടാവുള്ളൂ. 1 അവർ ദൂരെയുള്ള ഒരു ടെമ്പിൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടുള്ള യാത്രയിലായിരുന്നു ഞങ്ങൾ. ഓണം വഴിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു പാടങ്ങളും തെങ്ങും തോപ്പും ഒരു പ്രത്യേക വൈബ് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു നല്ല ഇറങ്ങാൻ പറ്റിയൊരു പാടത്തിൻ്റെ സെക്ഷൻ കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങനെ വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസ് അവിടെ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു ചേട്ടൻ പാടത്ത് കീടനാശിനിയൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചീത്ത പറയാമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ അവിടേക്ക് പോയത്. പക്ഷെ എന്നാൽ 2-3-4 ഫോട്ടോ ഞങ്ങൾ അവിടെ തന്നെ ക്ലിക്ക് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. ഞങ്ങളൊരു 6 മണി 7 മണി സമയത്താണ് ഇറങ്ങിയത്. മയിൽപ്പീലൊക്കെ കൊണ്ടാണ് പോയത്, പക്ഷെ അതായിട്ട് ഫോട്ടോ എടുത്തില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ നമ്മൾ ടെമ്പിൾ എത്തി. ടെമ്പിളിന് എൻട്രി ഫീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഓൺലൈനിൽ സ്കാൻ ചെയ്തിട്ട് പേ ചെയ്യണമായിരുന്നു. അങ്ങനെ നമ്മൾ പേ ചെയ്ത് ഉള്ളിൽ കയറാണ്. അമ്പലം അടിപൊളിയാണ് കേട്ടോ. പുറത്ത് സിമ്പിൾ മതിലാണ് അവർ കെട്ടിയിട്ടില്ല, പക്ഷെ ഉള്ളിൽ ഫുള്ള് തൂണുകളും. ഈ ഒറ്റ സെൻറ്ററിലുള്ള ഭാഗമാണ് പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ഭാഗം. അതിൻ്റെ ഉള്ളിലും ഒരു മാതിരി ഫീലാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വെയിലുണ്ടായിരുന്നു, പക്ഷെ എങ്കിലും അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ ഉള്ളിൽ കയറിയത്. പിന്നെ ഞങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ടെമ്പിളിലേക്ക് ആക്ച്വലി ഒരു ഫോട്ടോഷൂട്ടിൻ്റെ സെറ്റപ്പിലാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വിഗ്രഹവും മേൽപ്പീലൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ആകെ അലമ്പാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിതൊന്നും കാണിച്ചിട്ടില്ല. ഫോൺ എന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. കാരണം നമ്മൾ ഡ്രസ്സ് ചെയ്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വെറുതെ ഒരു മെമ്മറിക്ക് വീഡിയോ എടുക്കുക എന്നല്ലാണ്ട് ഇങ്ങനെയൊന്നും സമ്മതിക്കില്ല, നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ അലമ്പായിരുന്നു. ഞങ്ങൾക്ക് ആകെ വിഷമമായി. ഒരു മയിൽപ്പീലിയെങ്കിലും കയ്യിലുണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോയി. അത്രയും വിഷമമായിട്ടാണ് ഞങ്ങൾ അമ്പലത്തിന് ഉള്ളിലേക്ക് തന്നെ കടന്നത്. പക്ഷെ അമ്പലം അടിപൊളിയായിരുന്നു. അമ്പലത്തിന്റെ സ്ട്രക്ചറും അമ്പലം അതിന്റെ തൂണുകളൊക്കെ ഒരു പ്രത്യേക തരം തൂണുകളാണ്. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന പ്ലേസ്. ആക്ച്വലി ഒരു ടെമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ ടെമ്പിളാണ്, പക്ഷെ അതൊരു വിസിറ്റിംഗ് പ്ലേസ് പോലെയാണ്. എല്ലാവരും വരുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഞാനത് വീഡിയോ എടുത്തിട്ടില്ല. ഈ ടെമ്പിളിലെ ചുറ്റും, അതായത് ഈ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന ബിൽഡിങ്ങിന്റെ ചുറ്റും ദൈവങ്ങളുടെ സ്റ്റാച്യൂസ് ഫുള്ള് 1 ഇഞ്ച് പോലും വിടാണ്ട് ഫുള്ള് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണുള്ളത്. ആക്ച്വലി ഇത് കൃഷ്ണന്റെ ടെമ്പിൾ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോ എടുത്തതിന് ശേഷം തിരിച്ചു പോവാണ്. പിന്നെ ചുറ്റും ഇങ്ങനെ ഒരു പച്ച പരവതാനിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ടെമ്പിളാണ്. സോമനാഥപുര ടെമ്പിൾ എന്നാണ് ഇതിന്റെ പേര്. ഇത് എന്തിൻ്റെ അണ്ടറിലുള്ള സൈറ്റാണെന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്. അതുകൊണ്ടാണ് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഞങ്ങൾക്ക് അവിടെ ഫസ്റ്റ് തന്നെ കിട്ടിയത്. മോർണിംഗ് 8:30 തൊട്ടാണ് അതിൻ്റെ വിസിറ്റിംഗ് ടൈം വരുന്നത്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക. താങ്ക് യു.